ഷഫീദ് റാവുത്തറിലേക്ക് കൂടി പോകുന്നു. ഷഫീദാണ് രാവിലെ ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. അതായത് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു, ഹാജരായിട്ടുണ്ട് എ പത്മകുമാർ എന്നുള്ള വാർത്ത. അതിനുശേഷം 4 മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. ഇനി അടുത്ത നടപടികൾ എങ്ങനെയാണ്? കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴാണ്? ഹാജരാക്കുന്നത് എപ്പോഴാണ്? മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഹനുജ, ഇപ്പോൾ നിലവിൽ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന, അതിനുശേഷം ഇന്ന് തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പത്മകുമാറിനെ ഹാജരാക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ അതീവ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഇവിടേക്ക് വിളിച്ചത്. അതായത് നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള 5 പേരെയും അന്വേഷണ സംഘം എത്തിച്ചത് ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണെങ്കിൽ പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിച്ചാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അങ്ങോട്ടേക്ക് ഹാജരാകാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. അതീവ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ആ ഡീലൊക്കെ നടന്നത്. അതിനുശേഷമാണ് പിന്നീട് അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരികയും അദ്ദേഹം ഹാജരാക്കിയത്, അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് നമ്മൾ വിടുന്നത്. അതിനുശേഷം ഇപ്പോൾ 5 മണിക്കൂർ തികഞ്ഞില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റിലേക്ക് SIT കടന്നിരിക്കുന്നു. കേവലം എ പത്മകുമാർ എന്ന് പറയപ്പെടുന്ന ആൾ, അത് CPMന്റെ മുൻ നേതാവ്, അല്ലെങ്കിൽ CPMന്റെ നേതാവ്, അതിനപ്പുറത്തേക്ക് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഈ ഒരു പദവി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ കൃത്യമായ തെളിവുണ്ടെന്നാണ് SITയുടെ വാദം. കോടതിയിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ആ തെളിവുകൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സൂചനകൾ, വിവരങ്ങൾ അതൊക്കെ ലഭിക്കും. പക്ഷേ അത്രത്തോളം അനിവാര്യമാണ് ഈ അറസ്റ്റ് SIT വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, അല്പസമയം മുൻപ് നമ്മൾ കൊടുത്ത പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൽ എന്തുകൊണ്ട് എ പത്മകുമാർ എന്ന് പറയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു അറസ്റ്റിലേക്ക് കടന്നു എന്ന് ചോദിച്ചാൽ SIT അതിന് മറുപടി പറയുന്നത്, ഞങ്ങളുടെ പക്കൽ ഇതുവരെ ചോദ്യം ചെയ്ത ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ നൽകിയിരിക്കുന്ന മൊഴി, മാത്രവുമല്ല അവർ ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ, അതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നിർണായകമാകും. എ പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതല്ല SIT വിലയിരുത്തുന്നത്. പകരം മുഖ്യ സൂത്രധാരൻ എ പത്മകുമാർ എന്ന തരത്തിലേക്കുള്ള ചില സൂചനകൾ SITക്ക് ലഭിച്ചു എന്നവർ പറയുന്നു. ഒന്നാമത്തേത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ അത് എ പത്മകുമാറാണ്. രണ്ടാമത്തെ, അദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. മൂന്നാമത്തേത്, അവർ പറയുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയത് എ പത്മകുമാറാണ്. പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു, അവിടെ ഗൂഢാലോചന നടന്നു. ഇതൊക്കെ തെളിയിക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതാണ് SITയുടെ ചോദ്യം. അപ്പോഴും ഒരു മറു ചോദ്യം, അത് ഇപ്പോഴും ഒരു ലോജിക്കൽ ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അനുജ. കാരണം ഇത്രയധികം റിമാൻഡ് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടും ഇത് അഴിമതി നിരോധന നിയമപ്രകാരം വരുന്നൊരു കേസാണ് എന്ന് സമർത്ഥിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇതുവരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിലോ അറസ്റ്റ് റിപ്പോർട്ടിലോ കസ്റ്റഡി റിപ്പോർട്ടിലോ ഒന്നും അന്വേഷണ സംഘം പറഞ്ഞിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകൾ, അല്ലെങ്കിൽ എ പത്മകുമാർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എൻ വാസു പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എക്സാക്ട്ലി വാട്ട് എന്നുള്ള കാര്യം അത് ഇതുവരെയും ഒരു റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ കേവലം നമ്മൾ ഈ പറയുന്ന കൊല്ലം വിജിലൻസ് കോടതി, അല്ലെങ്കിൽ റാന്നി കോടതി, പത്തനംതിട്ട കോടതിയൊക്കെ ഒരു എയ്ഡു മാത്രം, പ്രതികളെ ഹാജരാക്കി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള എയ്ഡു മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഹൈക്കോടതിയിൽ പക്ഷേ അന്വേഷണ സംഘം കൈമാറിയേക്കാം, അതല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ, ആ കോൺഫിഡൻസ് ഇപ്പോൾ SITയെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഇതിലൊരു ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും എ പത്മകുമാറിനെ വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്തല്ല, കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഇക്കാര്യത്തിൽ SITക്ക് ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി അന്വേഷണ സംഘം എ പത്മകുമാറിന്റെ അറസ്റ്റാണ് അടുത്ത ഘട്ടം എന്ന് ഉറപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 2 തവണ നോട്ടീസ് കൊടുക്കുന്നത്. ആദ്യത്തെ തവണ അസൗകര്യം അറിയിച്ചു, രണ്ടാമത്തെ നോട്ടീസ് കൊടുത്ത സമയം അവസാനിക്കുന്നത് ഇന്ന് 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് സമയപരിധി അവസാനിക്കാനിരിക്കെ 10 മണിയോടെ പോലീസ് ആസ്ഥാനത്തേക്ക് എ പത്മകുമാർ എത്തുന്നു. ഏതാണ്ട് 5 മണിക്കൂറിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം SIT കടന്നിരിക്കുന്നു. ഇന്ന് ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SITയുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ്, ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ, മറ്റൊരു SP ആയിട്ടുള്ള ബിജോയ്, മറ്റ് DYSPമാരൊക്കെ ഈ പോലീസ് ആസ്ഥാനത്ത്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അവർ കൂടി ഒരു ക്വസ്റ്റ്യനെയറൊക്കെ തയ്യാറാക്കി പ്രോപ്പറായി ഇതുവരെ നടത്തിയിട്ടുള്ള തെളിവ് ശേഖരണം, അതിൽ ഈ മൊഴികളുടെ കാര്യം പറഞ്ഞാൽ ആദ്യം അറസ്റ്റിലാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ അവസാനം അറസ്റ്റിലായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു അടക്കമുള്ള ഇത്രയും മനുഷ്യരുടെ മൊഴി അത് എ പത്മകുമാറിനെതിരായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ചൊക്കെ ദേവസ്വം ബോർഡിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ള മൊഴി ഇവർ നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറുമായി ബന്ധപ്പെടുത്ത ചില തെളിവുകൾ, ചില മൊഴികൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഇതിന്റെ ഗൂഢാലോചന നടത്തിയത് എ പത്മകുമാറാണ് എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ തെളിവ് എന്തൊക്കെയെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം. അതെന്തൊക്കെയാണ് തെളിവെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കറിയില്ല. ഒരു പക്ഷേ ആ വിവരങ്ങൾ ഇപ്പോഴും നമ്മൾ അറിയാൻ വഴിയില്ല. ഈ പൂർണ്ണ റിപ്പോർട്ട് SIT കൊടുക്കുന്ന സമയത്ത് ഹൈക്കോടതി നിന്നായിരിക്കും ആ വിവരങ്ങൾ പുറത്തേക്ക് വരിക. ഏതായാലും SIT വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് രാഷ്ട്രീയമായി വലിയ ചലനമുണ്ടാക്കുന്ന, രാഷ്ട്രീയമായി വലിയ ചർച്ചയുണ്ടാക്കുന്ന ഒരു അറസ്റ്റാണ്. CPMനെ സംബന്ധിച്ച അറസ്റ്റ് ഏത് രീതിയിൽ അവർ വിശദീകരിക്കുമെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതുപോലെയല്ല, തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. സ്വാഭാവികമായും അവിടെയാകെ ഇത് ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ CPM എങ്ങനെ പ്രതിരോധിക്കും, CPM എങ്ങനെ വിശദീകരിക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതേസമയം SIT അവരുടെ
അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. എ പത്മകുമാറാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അവസാനത്തെ തല എന്ന് നമുക്കിപ്പോഴും അറിയില്ല. അതിനപ്പുറത്തേക്ക് കേവലം പങ്കുപറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി ഇക്കാര്യത്തിൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കും, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അത് ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ അന്വേഷണ സംഘം പറയുന്നു അടുത്ത ഘട്ട അന്വേഷണവും വേണം. ഡിസംബർ 3 ഇനി അടുത്ത ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണം. ശബരിമല സന്നിധാനത്ത് ഇതിനോടകം നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം, അതായത് 1998-99 കാലത്ത് അന്ന് പൂശിയിരുന്ന സ്വർണം അത് തന്നെയാണോ ഇപ്പോഴും അതിനകത്തുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ നടത്തിയ സാമ്പിൾ ശേഖരണം, അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം പൂർണ്ണാർത്ഥത്തിൽ കിട്ടിയാൽ ഡിസംബർ 3 ഇടക്കാല റിപ്പോർട്ട് SIT കൊടുക്കും. ആ റിപ്പോർട്ടിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കും. ഈ ചോദ്യം ചെയ്യലടക്കം പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. N വാസുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല നീക്കങ്ങളും പാരലി നടത്തിക്കൊണ്ടാണ് SIT ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ്. N വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും അത് ഉദ്യോഗസ്ഥതല അറസ്റ്റായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാരണം 2019 ജൂലൈയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇറക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് N വാസു ദേവസ്വം കമ്മീഷണറാണ്. അതിനുശേഷം നവംബറിലാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഉദ്യോഗസ്ഥതല അറസ്റ്റായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ എ പത്മകുമാറിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ഈ ചർച്ചകൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത ആളെന്ന് SIT കരുതുന്ന ആളാണ്. മാത്രവുമല്ല പല ഉത്തരവുകൾക്കും ഒപ്പിട്ട ആളാണ്, പല തീരുമാനങ്ങളും എടുത്ത ആളാണ്. അപ്പോൾ 2019 ആ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് നഷ്ടമുണ്ടാക്കുന്നതിൽ, അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു സ്വത്തുവക അത് നഷ്ടമാക്കുന്ന രീതിയിലേക്ക് പെരുമാറിയതിൽ മുഖ്യ സൂത്രധാരൻ ഇദ്ദേഹമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ SIT ഉറപ്പിക്കുന്നുണ്ട്. ഏതായാലും അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ വലിയ ചർച്ചയുണ്ടാക്കും, വലിയ വലിയ കോളിളക്കം അക്കാര്യത്തിൽ ഉണ്ടാക്കും എന്നുള്ളതും തീർച്ച. അനുജ, അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി, കൂടിക്കാഴ്ച നടത്തി, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ, നിർണായക കണ്ടെത്തലാണ് SIT നടത്തിയിട്ടുള്ളത്. അതിന്റെ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ 4 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യൽ H വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവർ, ഈ സംഘത്തലവൻ, സംഘത്തെ നയിക്കുന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ, ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു ചോദ്യാവലിയുമായി വന്ന് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ എ പത്മകുമാറിനെ ഹാജരാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇത് 6ാമത്തെ അറസ്റ്റാണ് ഇന്ന് സംഭവിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.